ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റേ വൗ. നമ്മൾ ഓരോ വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ഓരോ ന്യൂ ഇയറിലും നമ്മൾ ഓരോ റെസൊല്യൂഷൻസ് എടുക്കാറുണ്ട് അല്ലേ? നമ്മുടെ ലൈഫിൽ ഒരു ബെറ്റർ ചേഞ്ച് കൊണ്ടുവരാൻ, നല്ലതായിട്ട് എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പം നമ്മുടെ ഏതെങ്കിലും ഒരു ബാഡ് ഹാബിറ്റ് എടുത്ത് ഒഴിവാക്കണം എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം എന്നും വിചാരിക്കും. പക്ഷേ ഇതെല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല അല്ലേ? ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കുക, അതായത് ഇങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റം നമ്മുടെ ലൈഫിൽ കൊണ്ടുവരണം എന്നൊരു തീരുമാനം കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്നത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് നടപ്പിലാക്കി കിട്ടുന്നത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അധികം പേരും ഈ ഒരു കാര്യത്തിൽ പരാജയപ്പെട്ടു പോകും. ഇതിനുള്ളൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഭയമാണ്. പരീക്ഷിച്ച് നോക്കാതെ പരാജയപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ഭയം. സോ അങ്ങനെയുള്ള നിങ്ങളുടെ ആ ഒരു ഫിയർ ഓവർകം ചെയ്യാനുള്ള കുറച്ച് വഴികളാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യത്തിൽ നിന്നൊക്കെ കുറച്ചു നേരം ഒന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ പേടിച്ചിരിക്കുകയാണ്, ടെൻഷൻ അടിച്ചിരിക്കുന്ന ടൈമിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യുക. അതിനാണ് ഇങ്ങനെ പറഞ്ഞത്. ഒന്ന് ജസ്റ്റ് നമ്മളൊന്ന് കൂളാവുക. ഒന്നെങ്കിൽ നമുക്ക് ഒന്ന് പുറത്ത് പോയിട്ട് വരാം, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും വീട്ടിൽ തന്നെ അല്ലെങ്കിൽ എവിടെയാണെന്ന് വെച്ചാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നടന്നു വരാം. അതല്ലെങ്കിൽ നമുക്കൊരു കോഫി ഉണ്ടാക്കി കുടിക്കാം. ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് ഒരു റിലാക്സേഷൻ കിട്ടുന്ന എന്തെങ്കിലും ഒരു രീതിയിലുള്ള കാര്യം നമ്മൾ അന്നേരം ചെയ്യുക. അത് കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് അല്ലെങ്കിൽ പേടിച്ച് ഇങ്ങനെ ഇരിക്കുന്നതിന് പകരം നമ്മൾ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമതുള്ളൊരു കാര്യമാണ് ഫേസ് യുവർ ഫിയേഴ്സ്. നിങ്ങൾക്ക് എന്തിനോടെങ്കിലും ഒരു പേടി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഫേസ് ചെയ്യണം, അത് നിങ്ങൾ നേരിടണം. അതല്ലാതെ നമ്മളത് അവോയ്ഡ് ചെയ്ത് നമ്മൾ മാക്സിമം അത് ഒഴിവാക്കിക്കൊണ്ട് നടക്കാൻ നോക്കിയാൽ നമുക്ക് അതിനോടുള്ള പേടി കൂടി വരെയുള്ളൂ. എന്തൊരു കാര്യം ചെയ്യാനാണെങ്കിലും ശരി, ഇനി വേറെ എന്തെങ്കിലും പേടിയാണെങ്കിലും ശരി, ഒക്കെ അതൊന്ന് ചെയ്തു നോക്കണം ഇല്ലേ? നമ്മളിപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ടൈമിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടായിരിക്കും, ഒരുപാട് വർക്ക് ചിലപ്പോൾ നമുക്ക് ചെയ്യാനുണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം നോക്കുമ്പോൾ ഇത്രയും നമ്മൾ ചെയ്യണ്ടേ, അപ്പം നമുക്ക് ഭയങ്കര ഒരു മടി ഉണ്ടായിരിക്കും നമുക്കത് ചെയ്തു തുടങ്ങാം. പക്ഷെ അത് നമ്മൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ചായിട്ട് അത് കഴിഞ്ഞു വരും. പിന്നെ പെട്ടെന്നായിരിക്കും അത് കഴിയുക. ആദ്യം നമുക്ക് ഒരുപാട് മടി തോന്നി, ഒരുപാട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. പക്ഷെ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കഴിയും. അതേപോലെ തന്നെയാണ് ഈ പേടിയുടെ കാര്യം. നമ്മൾ പുറമേ നിന്ന് നോക്കി കാണുമ്പോൾ ആ ഒരു കാര്യം എന്ന് പറയുന്നത് ഭയങ്കര സംഭവമായിട്ട് നമുക്ക് ഭയങ്കര ഭയം നമുക്ക് തോന്നും. പക്ഷെ അത് ചെയ്തു തുടങ്ങിയാൽ, അത് നമ്മൾ ഫേസ് ചെയ്താൽ, ഏതൊരു പ്രശ്നം ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, അത് ഫേസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നും. പിന്നീടുള്ളൊരു കാര്യമാണ് ഇമാജിൻ ദ വേഴ്സ്റ്റ്. ഏതൊരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിലും നമ്മളത് ചെയ്തു തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ അത് നടന്നു കാണുമ്പോഴോ ആണ് നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ഉള്ളിലൊരു ഭയം ഉണ്ടാകുന്നത്. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, അത് ഏതൊരു കാര്യമായാലും അത് വേഴ്സ്റ്റ് ആയിട്ട് സംഭവിക്കുക, മോശമായിട്ടുള്ള രീതിയിലാണ് അത് സംഭവിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ആ ഒരു രീതിയിലാണ് അത് നടക്കുന്നത് എങ്കിലും നമുക്ക് അത്ര ഒരു പേടി, അത്ര ടെൻഷൻ ഉണ്ടാവില്ല. ചിലപ്പോൾ അത് അങ്ങനെയല്ല, നല്ല രീതിയിലാണ് അത് നടന്നതെങ്കിൽ നമുക്ക് കൂടുതൽ നമ്മൾ ഹാപ്പി ആയിരിക്കും ചെയ്യും. ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ആ ഒരു പേടി നിങ്ങൾക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. നിങ്ങളുടെ മനസ്സിനെ അതങ്ങ് പാകപ്പെടുത്തും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ നമ്മളൊരു ലിഫ്റ്റിൽ പെട്ടുപോകുമ്പോൾ നമുക്ക് ശ്വാസം കിട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ ഇരിക്കാനും നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. സോ ഇനിയിപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാലും നമ്മൾ അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരിക്കും. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ, നിങ്ങളെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ചില ചിന്തകൾ നിങ്ങൾക്കൊരു ചാലഞ്ച് ആയിട്ട് എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇമാജിൻ ദ വേഴ്സ് എന്ന്. അതായത് അങ്ങനത്തെ ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് അതൊരു ചാലഞ്ചായിട്ട് എടുക്കാൻ ശ്രമിക്കാം. ഇനി അതല്ല എങ്കിൽ വിഷ്വലൈസ് എ ഹാപ്പി പ്ലേസ്. നിങ്ങൾ ഹാപ്പി ആയിരിക്കുക, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിരിക്കുന്ന എന്തെങ്കിലും ഒരു മൊമെൻറ്റ് നിങ്ങൾ ഇമാജിൻ ചെയ്യാം. അതായത് ചിലപ്പോൾ നിങ്ങളുടെ ഇഷ്ടമുള്ള ആളുടെ കൂടെ ഇരിക്കുന്ന ആ ഒരു ടൈമായിരിക്കാം, ഇനി അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം. ആ ഒരു ഇത് നിങ്ങൾ ഇമാജിൻ ചെയ്ത് നിങ്ങൾ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ റിലാക്സ്ഡ് ആവും. നിങ്ങൾക്ക് ഇങ്ങനൊരു എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പേടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ റിലാക്സ്ഡ് ആവാൻ ശ്രമിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള നമുക്ക് ഹാപ്പിനെസ് തരുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക. നാലാമതുള്ളൊരു കാര്യമാണ് ടോക്ക് അബൌട്ട് ഇറ്റ്. നിങ്ങളുടെ ആ ഒരു ഭയം, ആ ഒരു പേടി, അതെന്തുകൊണ്ടാണോ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റാരോടെങ്കിലും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, ഒന്ന് പറയുക എന്നുള്ളത്. അതായത് ഇപ്പം ആരോടെങ്കിലും പറയല്ല, ചിലപ്പം നിങ്ങളുടെ പാർട്ട്ണർ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, ഫാമിലിയിലുള്ള മറ്റ് മെമ്പേഴ്സ് ആരെങ്കിലും ആവാം. അപ്പം അങ്ങനെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുമെന്ന് തോന്നുന്ന ആൾക്കാരായിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്യാം. ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഉള്ളിലുള്ള ആ ഒരു പേടി നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും. നമ്മളെല്ലാം ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ കൊണ്ടു നടക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ടെൻഷനും അതേപോലെ കൂടുതൽ പേടി ഉണ്ടാവുക.
അല്ല, എന്തെങ്കിലും ഒരു കാര്യം നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിക്കണം, അത് നമ്മളുള്ളിൽ കൊണ്ട് നടന്ന് നമ്മൾ ആരടുത്തും പറയുന്നില്ല ഒക്കെ ആകുമ്പോൾ നമുക്കത് എന്തായാലും നമുക്ക് അതിനോടുള്ള പേടി കൂടി വരികയുള്ളൂ. സോ നമ്മളിങ്ങനെ ഒന്ന് ഷെയർ ചെയ്യുക, ആരോടെങ്കിലും ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പേടി കുറയ്ക്കുന്ന രീതിയിലൊക്കെ അവർ സംസാരിക്കും. അങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ചും കൂടെ ധൈര്യം കിട്ടും. നമുക്ക് അത് ഡീൽ ചെയ്യാനുള്ള ആ ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കും. നമുക്ക് ആ ഒരു പേടി നമുക്ക് വളരെ കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ് സത്യം. പിന്നെ നമ്മൾ പൊതുവേ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെ എന്തെങ്കിലും ഒരു പേടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ടെൻഷൻ, ഒരു ആങ്സൈറ്റി ഒക്കെ ഉണ്ടെങ്കിൽ പല ആളുകളും ചിലപ്പോൾ ആൽക്കഹോൾ യൂസ് ചെയ്യും, അതേപോലെ ഡ്രഗ്സ്, ഇതൊക്കെ യൂസ് ചെയ്യും. പക്ഷേ ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നേരത്തേക്കുള്ള ആ ഒരു സുഖം അല്ലെങ്കിൽ ആ ഒരു റിലാക്സേഷൻ ആ ഒരു ടൈമിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും പഴയ പോലെ ആയിരിക്കും. സോ നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഒരു നേട്ടവും കിട്ടുന്നില്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും ചൂസ് ചെയ്യാതിരിക്കുക, കൂടുതൽ മോശമാക്കുകയേ ചെയ്യുള്ളൂ നമ്മളുടെ ആ ഒരു സിറ്റുവേഷൻ. മിക്ക ആളുകളും ഇന്ന് ഭയക്കുന്നത് അവർക്ക് അറിയാത്ത കാര്യത്തെക്കുറിച്ചായിരിക്കും, അല്ലേ? സോ എഡ്യൂക്കേറ്റ് യുവർ സെൽഫ്. നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമാകുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ഭയം ഉണ്ടായിരിക്കുക. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പൊതുവേ പറയാനൊരു പേടി ഉണ്ടായിരിക്കും. നമ്മൾ പറയുന്നത് ശരിയാണോ, അതോ അതുമായിട്ടൊരു ബന്ധവും ഇല്ലാതെയാണോ നമ്മൾ പറയുന്നത്, അല്ലേ? നമുക്ക് അറിയാത്ത കാര്യത്തിനെക്കുറിച്ച് ആലോചിച്ചിട്ടായിരിക്കും നമുക്ക് കൂടുതൽ ടെൻഷൻ. സോ നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് അറിയാത്തുള്ളൊരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് പേടി തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കുക, കൂടുതൽ നോളേജ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പേടി കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ്. ഈ ഒരു ഭയം അല്ലെങ്കിൽ ഒരു ഫിയർ എന്ന് പറയുന്നത് എല്ലാവരും അനുഭവിക്കുന്ന, എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു കാര്യമാണ്, അല്ലേ? പല ആളുകൾക്കും അത് പല രീതിയിലായിരിക്കും, പല കാര്യത്തിനോടായിരിക്കും അവർക്ക് ഭയം തോന്നുന്നത്. ചിലർക്ക് സംസാരിക്കാനാവും, അല്ലെങ്കിൽ ചിലർക്ക് വേറെ എന്തെങ്കിലും തുടങ്ങി കിട്ടാനാവും, അങ്ങനെ പല രീതിയിലായിരിക്കും. സോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്നായിരിക്കാം അവർക്ക് ഈ ഒരു ഭയം ഉണ്ടാകുന്നത്, അല്ലേ? മുന്നേ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ഒരു കാര്യം ഓർത്തിട്ട് അവർക്ക് കൂടുതൽ പേടി ഉണ്ടായിരിക്കും പിന്നീട് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ ആ ഒരു കാര്യം ഓർത്ത് പേടിച്ചിട്ട് ഒരു കാര്യമില്ല, അത് ഫേസ് ചെയ്ത് നോക്കാം. എന്തൊരു പ്രശ്നമായാലും ശരി, പേടി എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ അതിലേക്ക് ഇറങ്ങിച്ചെന്ന് നമുക്കത് നേരിട്ട് നോക്കാൻ പറ്റണം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭയം ഇല്ലാണ്ടാവും എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ വളരെ നിസ്സാരമായിട്ട് തോന്നും പിന്നീട് നിങ്ങൾക്ക് ഈ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ. അതുകൊണ്ട് ആരും ഇങ്ങനെ ഒന്നും വല്ലാതെ ഭയക്കാതെ നല്ല ധൈര്യത്തോടെ മുന്നോട്ട് പോവാം, എല്ലാം ഫേസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഇതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതേപോലെ കമൻറ്റും ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് ടൈം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദിസ് ഈസ് മീ ഷോണ.